ഡൽഹി ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്തെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. സ്ഥിതി വിലയിരുത്താനാണ് യോഗം. ആഭ്യന്തര സെക്രട്ടറി, NIA മേധാവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായുള്ള ഉന്നതതല യോഗം ചേരുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലെ തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ IB ഡയറക്ടർ, ആഭ്യന്തര സെക്രട്ടറി, ഡൽഹി പോലീസ്, അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ DGP തുടങ്ങിയവരെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എന്തായാലും യോഗത്തിൽ വിലയിരുത്തും. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു സ്ഫോടനത്തിന് ശേഷം വരുന്നുണ്ട്. ഭീകരാക്രമണമാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളടക്കം തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഔദ്യോഗിക വിവരം പുറത്തു വരുന്നത് ഈ ഒരു യോഗത്തിന് ശേഷം തന്നെയാണ്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തും. ഇന്നലെ മുതൽ വലിയ തരത്തിലുള്ള പരിശോധനയും സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഊർജിതമാക്കുന്ന ഒരു സാഹചര്യമാണ്. രാജ്യ തലസ്ഥാനം മുഴുവൻ കനത്ത സുരക്ഷയിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ റെഡ് ഫോർട്ടിന്റെ ഭാഗത്താണെങ്കിൽ പോലും പലതരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ബോംബ് സ്ക്വാഡിന്റെ പരിശോധനകളുണ്ട്, ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധനകളടക്കം ആ സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള പരിശോധനകൾ കൃത്യമായി വിലയിരുത്തപ്പെടും എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ അമിത്ഷാ അടക്കം ഇന്നലെ LNGP ആശുപത്രി അടക്കം സന്ദർശിക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം, ഉന്നതതല അന്വേഷണം ഉണ്ടായിരിക്കും. എല്ലാവിധ ഏജൻസികളും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തും. NIA അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം നടത്തും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്ന് യോഗത്തിന് ശേഷം ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് NIA ഏറ്റെടുക്കുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ അക്കാര്യത്തിലെല്ലാം തന്നെ ഒരു പൂർണ്ണ വിവരം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ചെങ്കോട്ടയ്ക്കടുത്ത ഈ ഒരു വാഹനം, അതായത് ഹ്യുണ്ടായി വാഹനമാണ് പൊട്ടിത്തെറിച്ചത് എന്ന് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഈ ഒരു വാഹനം കൂടുതൽ സമയം, ഒരു 3 മണിക്കൂറോളം ഈ ഒരു ചെങ്കോട്ടയ്ക്കകത്ത് അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമടക്കം CCTV ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായതാണ്. അതോടൊപ്പം തന്നെ ഈ കാർ ഓടിച്ചത് ഉമർ മുഹമ്മദ് എന്ന് പറയുന്ന ഹരിയാനയിൽ അന്വേഷണ സംഘം അടക്കം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അന്വേഷണ സംഘം അടക്കം കുറേ കാലമായി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരാക്രമണ ഗ്രൂപ്പുകളിലൊക്കെയുള്ള ഒരാളായിട്ടുള്ള ഉമർ മുഹമ്മദ് ആണ് ഈ കാർ ഓടിച്ചത് എന്ന തരത്തിലുള്ള സംശയങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഉമർ മുഹമ്മദ് ആണ് കാർ ഓടിച്ചതെന്ന് സ്ഥിരീകരിക്കാനായി മൃതദേഹം DNA അടക്കമുള്ള പരിശോധനകൾ നടത്തും എന്നുള്ള കാര്യമടക്കം പറഞ്ഞിരുന്നു. ഇയാളുടെ ബന്ധപ്പെട്ടവരെ, ഇയാളെ വേണ്ടപ്പെട്ടവരെ എല്ലാം തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അന്വേഷണം ഒരു ഭാഗത്ത് കൃത്യമായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വേണ്ടതുണ്ട്. ഔദ്യോഗികമായി അന്വേഷണ സംഘം തന്നെ ഇക്കാര്യം വിലയിരുത്തി കാര്യങ്ങൾ പുറത്തറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലെല്ലാം തന്നെ സ്ഥിരീകരണം ഉണ്ടാവുന്നത് ഈ ഒരു യോഗത്തിന് ശേഷമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. യോഗത്തിന് ശേഷം കൃത്യമായിട്ട് അന്വേഷണ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ പറയുമെന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു കാറ് കേന്ദ്രീകരിച്ച് ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് നടന്നിരുന്നത്. അതിൽ നിന്നും വ്യക്തമായ ഒരു കാര്യം, ഈ ഹരിയാന രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. ഈ വാഹനം സൽമാൻ എന്ന് പറയുന്ന ആളാണ് വാഹനത്തിന്റെ ആദ്യ ഉടമ എന്ന് പറയുന്നത്. പിന്നീട് അത് ഡൽഹി സ്വദേശിയായിട്ടുള്ള ദേവേന്ദ്ര എന്ന് പറയുന്ന ആൾക്ക് കൈമാറുകയും പിന്നീട് വേറെ ഒരു പുൽവാമ സ്വദേശി ഈ വാഹനം വാങ്ങുകയും അതിനുശേഷം ഈ പുൽവാമ സ്വദേശിയുടെ കയ്യിൽ നിന്നാണ് താരിഖ് എന്ന് പറയുന്ന ആൾ ഈ വാഹനം വാങ്ങുന്നത്. താരിഖാണ് ഉമർ മുഹമ്മദിന് ഈ വാഹനം നൽകുന്നത്. എന്നാൽ വിൽപ്പനയായിട്ടല്ല ഉമർ മുഹമ്മദിന് വാഹനം നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഡൽഹിയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സ്കൂളുകൾക്കടക്കം ഭീഷണി സന്ദേശം അടക്കം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള അന്വേഷണം അടക്കം ഡൽഹിയിൽ നടത്തി വന്നത്. അതിൽ 2900 കിലോ സ്ഫോടന വസ്തുക്കൾ അന്വേഷണത്തിൽ കണ്ടെത്താനായി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമോണിയം നൈട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളെല്ലാം തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഫോറൻസിക് സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ അടക്കം ഇന്നലെ മുതൽ സ്ഥലത്ത് പരിശോധനയടക്കം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉമർ മുഹമ്മദ് വാഹനം ഓടിച്ചിരുന്ന ഉമർ മുഹമ്മദ് എന്ന് പറയുന്നത് പോലീസിന്റെ അന്വേഷണ പരിധിയിലുള്ള ആളാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഹരിയാനയിൽ നിന്നും പിടിയിലായ ഈ ആദിൽ അഹമ്മദ് അതോടൊപ്പം തന്നെ ഡോക്ടർ മുഷ്മിൽ എന്ന് പറയുന്ന ഈ 2 പേരെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് AK-47 തോക്കുകൾ അടക്കം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുമായി ഉമർ മുഹമ്മദിന് ബന്ധമുണ്ട്, ഇവരുടെ സുഹൃത്താണ് എന്നുള്ളൊരു കാര്യം കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ കൂടെ ഒരു ലേഡി ഡോക്ടറെ കൂടി പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
എന്തായാലും ഇവരുടെ സുഹൃത്താണ് ഈ പറയുന്ന ഉമർ മുഹമ്മദ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നു. അത്തരം സംശയങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നു. ഇതെല്ലാം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട്. തീവ്രമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെ നടക്കുകയാണ്. കാരണം ഈ ഉമർ മുഹമ്മദിന് സഹായികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അടക്കം സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിൽ അതിന് മുന്നോടിയായി എല്ലാം വന്നത് ഉമർ മുഹമ്മദിന്റെ കൂടെ വാഹനത്തിൽ മറ്റു ചിലരും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ചില വിവരങ്ങൾ. ഈ വാഹനത്തിൽ വേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. പിന്നീട് CCTVയിൽ നമ്മൾ ഈ ഒരു വ്യക്തിയെ മാത്രം, കറുത്ത മാസ്ക് ധരിച്ച ഈ ഒരു വ്യക്തിയെ മാത്രമാണ് കാണുന്നത്. അതോടുകൂടി ഇതൊരു ചാവേർ ആക്രമണമാണോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ അടക്കം വരുന്ന സാഹചര്യം ഉണ്ടായി. കാരണം വെറുതെ കിടന്ന ഒരു വാഹനം പൊട്ടിത്തെറിക്കുക അല്ല ഉണ്ടായിട്ടുള്ളത്. കൃത്യമായിട്ട് ഈ ഒരു സിഗ്നലിൽ നിന്ന് റെഡ് ലൈറ്റ് കണ്ട് സിഗ്നലിലേക്ക് വരുന്ന വാഹനം വേഗം കുറച്ച് വന്നതിന് ശേഷമാണ് അവിടെ ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഡൽഹി കമ്മീഷണർ അടക്കമുള്ളവർ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. അപ്പോൾ പിന്നീടാണ് ഇത് ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനമായി ഒരു ചാവേർ ആക്രമണമാണോ എന്നുള്ള കാര്യത്തിലടക്കം സംശയങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും എല്ലാ ഏജൻസികളോടും കൃത്യമായ അന്വേഷണം നടത്താനാണ് കഴിഞ്ഞ ദിവസം LNJP ആശുപത്രി അടക്കം സന്ദർശിച്ച സമയത്ത് അമിത്ഷാ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. ഉന്നതതല ഏജൻസികളെല്ലാം അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. NSTയും ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ NIA അടക്കമുള്ള അന്വേഷണ സംഘം പ്രദേശത്തെല്ലാം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ ഇപ്പോൾ വ്യാപക പരിശോധനയാണ് നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട്, പരിസര പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ദരിയാഗഞ്ച് ഉൾപ്പെടെയുള്ള മേഖലയിൽ വലിയ രീതിയിൽ പരിശോധന നടക്കുന്നു. ഹോട്ടലുകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധന നടക്കുന്നത്. 13 പേരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട്, ഹോട്ടലിൽ നിന്ന് 13 പേരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വിമാനത്താവളങ്ങളിൽ അടക്കം സുരക്ഷ ശക്തമാക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. 3 ദിവസങ്ങളിൽ വിമാനത്താവളത്തിൽ കൃത്യമായിട്ടുള്ള കർശനമായ പരിശോധനയെന്ന് ബ്യൂറോ സിവിൽ ഏവിയേഷൻ അടക്കം അറിയിക്കുന്ന സാഹചര്യമുണ്ട്. വിമാനത്താവളത്തിലേക്ക് വരുന്ന വാഹനങ്ങൾ കൂടുതൽ സമയമെടുത്ത് പരിശോധിക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫിസിക്കൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി കർശനമാക്കും, ശക്തമാക്കും എന്നുള്ള ഒരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസാധാരണമായി പറക്കുന്ന ഫ്ലൈയിങ് ഒബ്ജക്റ്റുകളെയൊക്കെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തുമെന്നുള്ള ഒരു കാര്യം കൂടി അറിയുന്നുണ്ട്. അതോടൊപ്പം ലോക്കൽ പോലീസിന്റെ സഹായത്തോടെ എല്ലാ ഭാഗങ്ങളിലും കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉണ്ടാകും, പരിശോധന ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കേരളത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. കളക്ട്രേറ്റുകളും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ ബീച്ചുകളും റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ കേന്ദ്രീകരിച്ച് മലപ്പുറം കളക്ട്രേറ്റിലടക്കം പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോഴിക്കോട് ബീച്ചിലടക്കം രാവിലെ കൃത്യമായിട്ടുള്ള പരിശോധനകളെല്ലാം നടന്നിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ഒരു കനത്ത സുരക്ഷയിൽ തന്നെയാണ് രാജ്യം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു പുൽവാമ ആക്രമണത്തിനെല്ലാം ശേഷം ഇന്ത്യക്ക് നേരെയുള്ള ഏതൊരു ആക്രമണവും യുദ്ധമായി കണക്കാക്കും എന്നുള്ള ഒരു കാര്യം അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടന്നു എന്ന കാര്യമെല്ലാം തെളിയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ഭീകരാക്രമണമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അത്തരത്തിലൊരു സ്ഥിരീകരണം ഇനി യോഗത്തിന് ശേഷം കൃത്യമായി ഉദ്യോഗസ്ഥർ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഇപ്പോൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ അവിടെ യോഗം നടക്കുകയാണ്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി എല്ലാം തന്നെ യോഗത്തിൽ വിലയിരുത്തപ്പെടും. കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം വിലയിരുത്തപ്പെടും. ഇനി അന്വേഷണം എങ്ങനെ, ഏത് രീതിയിൽ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ യോഗത്തിന് ശേഷമാണ് പുറത്തു വരിക. പലതരത്തിലുള്ള സംശയങ്ങളും പലതരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇതെല്ലാം ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ യോഗത്തിന് ശേഷം ഉദ്യോഗസ്ഥർ തന്നെ ഇക്കാര്യം പറയുമെന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ദീപ്തി, ശരി. ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപത്തെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേരുകയാണ്. സ്ഥിതി വിലയിരുത്താനാണ് യോഗം ചേരുന്നത്. ആഭ്യന്തര സെക്രട്ടറി, NIA മേധാവി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.